അതായത് 2008 അനിയൻ മരണപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഷ്ടിയാവുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ ബന്ധപ്പെട്ടൊരു ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. എനിക്കോ എൻ്റെ കുടുംബത്തിന് ആർക്കും അതിന് താല്പര്യമില്ലായിരുന്നു. വേണ്ടാന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടും നേതാക്കന്മാർ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവണമെന്ന് പറഞ്ഞ് നേതാക്കന്മാരുടെ നിർബന്ധപ്രകാരമാണ് ഞങ്ങളത് സമ്മതിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫണ്ട് കളക്റ്റായി 10 രൂപ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും 5 രൂപ പാർട്ടി ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ചു. അത് പക്ഷേ ഞങ്ങൾ 10-15 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് രവീന്ദ്രനായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ആ ക്യാഷ് അങ്ങനെ തന്നെ മാറ്റിയിട്ട് അയാൾ വീട് വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ഇറങ്ങി. ഒരു 2 വർഷത്തിന് മുമ്പായിട്ട് അവിടുത്തെ കൈതമുക്ക് സഹകരണ ബാങ്കിലാണ്. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു ആ കാശ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞതിന് പ്രകാരം നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും അപ്പം തന്നെ കാശ് അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് അത് ഞങ്ങൾ കുടുംബക്കാരും അവിടുത്തെ പാർട്ടിക്കാരും അത് ശ്രദ്ധപ്പെട്ട് പരാതി കൊടുത്തു. അങ്ങനെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളത് അംഗീകരിച്ചു, പൈസ എടുത്തു എന്ന് പറഞ്ഞു. അതും പ്രകാരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിട്ട് അതുപോലെ ഏരിയ കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് പാർട്ടി മെമ്പറായിട്ട് മാത്രം. നടപടിയൊക്കെ വരുന്ന ഏത് കാലയളവിലാണ്? 2 വർഷം ആവുള്ളൂ, 2 വർഷം കഷ്ടിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ട് തിരിച്ച് അടുത്ത ലോക്കൽ സമ്മേളനം വന്ന സമയത്ത് ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അപ്പം അവിടുത്തെ പ്രാദേശികമായിട്ട് പ്രവർത്തകരെല്ലാം വളരെ ശക്തമാണ്. അപ്പോൾ അവർ എല്ലാവരും എൻ ബ്ലോക്ക് നിന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏരിയ കമ്മിറ്റിയിൽ എടുക്കാൻ നോക്കി. അപ്പോഴും ബഹുഭൂരിപക്ഷം ആൾക്കാരും എതിർത്തിന് പ്രകാരം അതിൽ നിന്ന് ഒഴിവാക്കി. ഇതെല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മന്ത്രിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു 15-14 വർഷം അദ്ദേഹത്തിന് ട്രെയിൻ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പം ഒരു രക്തസാക്ഷി കുടുംബം, രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് തൊടുന്ന ഒരാളെ ഏത് പ്രസ്ഥാനമാണെങ്കിലും പാർട്ടിയിൽ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടത് തൊട്ടുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പിന്നീട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, അദ്ദേഹമാണ് തിരുവനന്തപുരം ജില്ലയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ സമ്മേളനത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ഞങ്ങൾ എല്ലാവരും ഗോവിന്ദമാഷ് അടക്കം സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പരാതി, സംസ്ഥാന സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറിക്ക് അടക്കം എല്ലാവർക്കും പരാതി കൊടുത്തു. പക്ഷെ പരാതിയിൽ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. ഞാൻ 7 വയസ്സിൽ ബാലസംഘമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനം വന്നതാണ്. 50 വർഷമായി പാർട്ടി ബന്ധമുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു മെരിറ്റോ അല്ലെങ്കിൽ ഒരു ആനുകൂല്യങ്ങളോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. എന്നെ UDF മിനിസ്റ്റർ ഇരുന്നപ്പോഴത്തേക്കും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൽ കരാട്ടെ കോച്ചായിട്ട് കയറിയത്. ആദ്യത്തെ കരാട്ടെ കോച്ച് ഞാനായിരുന്നു. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് പെർമനൻ്റ് ആക്കേണ്ട സമയത്ത് എൻ്റെ പാർട്ടി ഇരിക്കുന്ന സമയത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതും എനിക്ക് പരാതിയില്ല. കാരണം അങ്ങനെ ഒരു ആനുകൂല്യം ഈ പാർട്ടിയിൽ നിന്ന് നേടി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ പാർട്ടി വന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല, വിഷമമില്ല. ഈ പാർട്ടി ഫണ്ട് വകമാറ്റിയ ആളിനെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങളെ കുടുംബക്കാരോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞികൃഷ്ണ സഖാവിൻ്റെ ഒരു പ്രതികരണം വന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു ആപ്റ്റ് ടൈമാണെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റി സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. 5 ലക്ഷം നമുക്ക് തന്നിട്ട് ശേഷിക്കുന്ന 5 ലക്ഷം രൂപ ആ പൈസയാണ് വകമാറ്റി എടുത്തത്, രവീന്ദ്രൻ എടുത്തത്. അത് പാർട്ടി ഫണ്ടിലേക്ക് സഹകരണ ബാങ്കിലേക്ക് നിക്ഷേപിക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപ മുഴുവൻ പിരിഞ്ഞ് കിട്ടിയെന്ന് പാർട്ടി ഫണ്ടിൽ ഹോൾഡ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടായിട്ടിരുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആ വർഷം തന്നെ മിക്കവാറും ആ വർഷം തന്നെ പൈസ അയാൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. അക്കൗണ്ടിൽ ഇട്ടിരുന്നത് നമ്മൾ അറിയിച്ചിട്ടാണ്, സമൂഹത്തോട് ഞങ്ങൾ അറിയിച്ചിട്ടാണ് ആ പൈസ അക്കൗണ്ടിൽ കിടക്കുവാണെന്ന് അറിയിച്ചിട്ടായിട്ടത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. പാർട്ടി അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഇത് ആക്ച്വലി ഈ പൈസ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഈ അക്കൗണ്ട് ഫണ്ട് ശേഖരണം ഇതൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ പാർട്ടി എന്ന നിലയിൽ നേതാക്കന്മാർ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളത് അംഗീകരിച്ചതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിന് താല്പര്യമില്ല, അങ്ങനെ ഒരു ഫണ്ട് ശേഖരണത്തിനോട് നമുക്ക് താല്പര്യമില്ല. പക്ഷേ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ കേട്ടതാണ്. പക്ഷെ ആ കാശ് തൊടുമ്പോഴത്തേക്കും അയാളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു 5 പാർട്ടി മെമ്പർഷിപ്പ് എൻ്റെ വീട്ടിലുണ്ട്. 85-ൽ 5 പാർട്ടി മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. അതെ, ഞാനിപ്പോൾ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ബ്രാഞ്ചുണ്ട്, 4 ബ്രാഞ്ചുണ്ട്. സാംസ്കാരിക നായകന്മാരും അതുപോലെ കായിക രംഗത്തൊക്കെ ഉള്ള വലിയ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ബ്രാഞ്ചാണ്. അതിനകത്ത് B4 ബ്രാഞ്ചിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ബ്രാഞ്ചിലൊക്കെ ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലപാടുകളെല്ലാം മോശമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാഞ്ചിൽ എനിക്ക് എൻ്റെ വിഷമങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ ബ്രാഞ്ചിൽ ചോദിച്ചപ്പോഴത്തേക്കും ഈ വെള്ളാപ്പള്ളിയുടെ വിഷയവും സുകുമാരനായുടെ വിഷയം വെച്ചപ്പോഴത്തേക്കും ജില്ലാ സെക്രട്ടറി പ്രതികരണം തന്നെ അത് സന്ദർഭോചിത രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ അതെന്ത് സന്ദർഭത്തിന് അനുസരിച്ചുള്ള രാഷ്ട്രീയമാണ് ഈ നിലപാട് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളൊക്കെ വിശ്വസിച്ച് വന്നത് ചാവാൻ തയ്യാറായിട്ട് മരണത്തിന് മുഖാമുഖം നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് 85 കാലഘട്ടത്തിൽ. അപ്പോൾ അതിനകത്ത് നിൽക്കുന്നതെല്ലാം
നല്ല നിലപാടുകൾ, ജാതി മത വർഗീയത ഒന്നുമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി നിലയാണ്. അതിൽ നിന്ന് മാറുന്ന നിലപാട് വരുമ്പോൾ ഇതൊക്കെ നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നുമല്ല ഈ തരത്തിൽ പ്രതികരിക്കാൻ കാരണം ഈ രവീന്ദ്രനെ ജില്ലാ സെക്രട്ടറി ആക്കിയതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിഷയം വന്നപ്പോഴത്തേക്കും പറഞ്ഞു എന്നേ ഉള്ളൂ. വാർത്ത വന്നതിന് ശേഷം ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ടിരുന്നു. അല്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപാട് ആരോപണങ്ങളും വരും, അതുപോലെ പാർട്ടി നടപടി വരുന്നുണ്ട്. എന്ത് നടപടി വന്നാലും